ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2022 ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ടേം എവാലുവേഷൻ അഥവാ നമ്മുടെ ഓണ പരീക്ഷയുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള 2022 ഓണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം, which is the 100th term of the arithmetic sequence 1, 2, 3? 1, 2, 3 എന്ന സമാന്തര ശ്രേണിയിലെ 100ാം പദം എന്ത്? സിമ്പിൾ ആണ് അല്ലേ? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 100 ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് 2, 4, 6? 2, 4, 6 എന്ന സമാന്തര ശ്രേണിയിലെ എത്രാം പദമാണ് 100? 2 മാർക്കിന് 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ഒന്നാമത് 2 മാർക്കാണൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 1 വേർഡിൽ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞു പോകുന്ന സമാന്തര ശ്രേണിയിലെ 100ാമത്തെ പദം എത്രയാണ്? 100 അല്ലെ? 1, 2, 3 ഒന്നാമത്തെ പദം 1, രണ്ടാമത്തെ പദം 2, മൂന്നാമത്തെ പദം 3, അപ്പൊ 100ാമത്തെ പദം 100. ഇനി വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 100? 2, 4, 6, 8, 10 എന്ന് പറഞ്ഞു പോകുന്നതിൽ 100 എന്ന് പറയുന്ന നമ്പറിന്റെ പൊസിഷൻ. ഒന്നാമത്തെ നമ്പർ 2, രണ്ടാമത്തത് 4, മൂന്നാമത്തത് 6, നാലാമത്തത് 8, അഞ്ചാമത്തത് 10. കണ്ടോ, പൊസിഷന്റെ ഇരട്ടിയാണ് നമ്പർ അല്ലെ? 1, രണ്ടാമത്തെ 2, രണ്ടാമത്തെ പൊസിഷനിൽ 2ന്റെ ഇരട്ടി 4, മൂന്നാമത്തെ പൊസിഷനിൽ 3ന്റെ ഇരട്ടി 6. അപ്പൊ 100 എന്ന് പറയുന്നത് 50ന്റെ ഇരട്ടി അല്ലേ? അപ്പൊ 50ാമത്തെ പൊസിഷനിലുള്ള നമ്പറാണ് ആര്? 100 എന്ന് പറയുന്നത്. ഇവിടെ ഇക്വേഷൻ ആക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതില്ലെങ്കിലും കിട്ടും നമുക്ക്. ഓക്കെ, അൽജിബ്ര ഇതിന്റെ ബീജഗണിതം എന്ന് പറയുന്നത് 2n ആണ്. അതിൽ n = 100/2 50 എന്ന് കിട്ടും. 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു. അടുത്തത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 - 1/2. 1 - 1/2 കണക്കാക്കുക. Is the sequence 1, 1/2, 1/2, 1/3 sequence of reciprocal of natural numbers? An arithmetic sequence justify. 1, 1/2, 1/3 എണ്ണൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? 3 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഫസ്റ്റത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം. 1 1/2 പോയാൽ എത്രയാ? 1/2 എന്ന് പറയുന്നത് അരയാണ്. 1 1/2 പോയാൽ ബാക്കി അര ഉണ്ടാവും അല്ലെ? അപ്പൊ 1 1/2 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 1/2. 1 1/2 പോയാൽ ബാക്കി എത്രയുണ്ട്? അരയുണ്ട് മക്കളെ അല്ലെ? 1 1/2 പോയാൽ ബാക്കി എത്രയുണ്ട്? അര. ഇനി അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്യാൻ, കോമൺ ഡിഫറൻസ് സെയിം ആണോ നോക്കിയാൽ മതി. ഫസ്റ്റത്തെ സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാണ്. അരയിന്ന് 1 പോണം. അര എന്ന് പറയുന്നത് ചെറുതല്ലേ? അരയിന്ന് 1 പോകുമോ? ഇല്ല. അപ്പൊ 1 1/2 കുറച്ചിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. മൈനസ് അര അഥവാ -1/2. ഇനി രണ്ടാമത്തെ കോമൺ ഡിഫറൻസ് കാണാം. തേർഡ് ടേം എന്ന് സെക്കൻഡ് ടേം കുറച്ചു. ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല. ക്രോസ് ചെയ്യണം. 1 × 2 2, 1 × 3 3, മൈനസ് ആണ്, മൈനസ് ഇട്ടു. 3 × 2 6, 2 3 പോയാൽ -1/6. കോമൺ ഡിഫറൻസ് സെയിം ആണോ? അല്ല. പൊതുവ്യത്യാസം തുല്യമാണോ? അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? സമാന്തര ശ്രേണിയല്ല. കോമൺ ഡിഫറൻസസ് ആർ നോട്ട് ഈക്വൽ, ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് ആൻ AP. പൊതുവ്യത്യാസം തുല്യമല്ലാത്തത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല. മൂന്നാമത്തെ ചോദ്യം, 2√3 + √3 എത്രയാ? Write the fourth term of the arithmetic sequence 1, 1 + √3, 1 + 2√3. 1, 1 + √3, 1 + 2√3 എന്ന സമാന്തര ശ്രേണിയുടെ 4ാം പദം എഴുതുക. Write the common difference of the arithmetic sequence. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എഴുതുക. 3 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഫസ്റ്റത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. 2√3 ഒരു √3 കൂടിയും കൂട്ടിയാൽ എത്ര കിട്ടും? 2 മിഠായി നമ്മളുടെ കയ്യിലുണ്ട്, അതിലേക്ക് ഒരു മിഠായിയും കൂടിയും കൂടിയാൽ 3 മിഠായി ആയില്ലേ? അപ്പൊ 2√3 ഒരു √3 കൂടിയും കൂടിയാൽ 3√3 കിട്ടും. ഇനി നോക്കിയേ, ഫസ്റ്റ് ടേം 1 ആണ്. അതിലേക്ക് ആരെ കൂട്ടി? √3 കൂട്ടി. അപ്പൊ 1 + √3 കിട്ടി. അതിലേക്ക് ഒരു √3 കൂടിയും കൂട്ടി. അപ്പൊ 2√3 ആയി. അപ്പൊ അവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? √3. സോറി, ഫോർത്ത് ടേം എഴുതാനാണല്ലേ
സി ആണ് പൊതുവ്യത്യാസം, സി ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കേട്ടോ, √3. നാലാമത്തെ പദം എഴുതാനാണ്. ഫസ്റ്റ് ടേം 1 + √3, രണ്ടാമത്തെ പദം 1 + 2 √3, മൂന്നാമത്തെ പദം അപ്പോൾ 1 + 3 √3. അതാണ് നാലാമത്തത്. ഇനി പൊതുവ്യത്യാസം √3 അല്ലേ കൂട്ടുന്നത്, അപ്പോൾ പൊതുവ്യത്യാസം √3. എന്ത് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 15, 14, 13? 15, 14, 13 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? ഫൈൻഡ് ദ 15th ടേം ഓഫ് ദി സീക്വൻസ്. ഈ ശ്രേണിയുടെ 15ാം പദം കണക്കാക്കുക. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 31st ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. 15, 14, 13 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 31 പദങ്ങളുടെ തുക കണക്കാക്കുക. അപ്പൊ നോക്കാം നമുക്ക്. ഫൈൻഡ് ദ 15th ടേം ഓഫ് ദ സീക്വൻസ്. ഈ ശ്രേണിയുടെ 15ാമത്തെ പദം കാണാനാണ്. ഈ ശ്രേണിയിലെ അത് ബി ക്വസ്റ്റ്യൻ ആണ് അല്ലെ, എ ക്വസ്റ്റ്യൻ മേലെ സോറി. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം എത്ര? സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം കുറച്ചാ പോരെ. 14 15 കുറച്ചാ പോരെ. 14 15 പോകുമോ? ഇല്ല. അപ്പൊ 15 14 കുറച്ചിട്ട് ഒരു മൈനസ് ഇടണം. അപ്പൊ -1. എത്രയാ അതിന്റെ പൊതുവ്യത്യാസം? -1. 14 15 പോകൂലല്ലോ, ഇല്ല. അപ്പൊ 15 14 കുറച്ചു അല്ലെ. പൊതുവ്യത്യാസം കാണാൻ 14 - 15. അപ്പൊ വലുതെന്ന് ചെറുത് കുറച്ച്. 15 14 പോയാൽ 1, വലുതിന്റെ ചിഹ്നം മൈനസ്. ഇനി 15ാമത്തെ പദം കാണണം. 15ാമത്തെ പദം കാണണം. A15 അല്ലെങ്കിൽ X15. X ആണെന്നുണ്ടെങ്കിൽ ഇത് ഏത് രീതിയിൽ എഴുതട്ടോ. ചില ടീച്ചർമാർ X ഉപയോഗിക്കും, ചില ആളുകൾ A ഉപയോഗിക്കും. X15 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതുക? X1 അല്ലെങ്കിൽ X + 14D. അതായത് ഫസ്റ്റ് ടേമിന്റെ കൂടെ 14 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം. ഓക്കെ, ഇവിടെ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം 15 ആണ്. 14 × D - 1 ആണ്. 14 × -1 14 ആണ്. 15 14 പോയാൽ എത്രയാ മക്കളെ? 1 ആണ്. ഇനി സി ക്വസ്റ്റ്യൻ സമ്മ് കാണാനാണ്. സി ക്വസ്റ്റ്യൻ മക്കളെ, ഇവിടെ സമ്മ് കാണാൻ ഞാനിവിടെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോഴാണ് ഓർത്തത്. ഇപ്പോൾ ഒരു ഐഡിയ മാത്സിന് നമുക്ക് പല പല രീതികളാണ്. ഇത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിലാറെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഏതായാലും ഞാൻ ഇക്വേഷൻ ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കയറ്റിയില്ലേ. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യണതിന് മുമ്പ് അത് മാറ്റിയില്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളത് കേട്ടോ. ഇപ്പം എന്നെ 15 എത്ര പദങ്ങളുടെ തുകയെ കാണാൻ പറയണേ? 30. നമുക്ക് രണ്ട് ആൻസറും സെയിം ആണെന്നുള്ളതും അപ്പം മനസ്സിലാക്കാമല്ലോ. ഓക്കെ, അപ്പം 31 പദങ്ങളുടെ 31 പദമല്ലേ? 31 പദം. അപ്പം 31 പദങ്ങളുടെ സമ്മ് കാണാൻ 31/2 n 31 ആണ്. എഫ് ഫസ്റ്റ് ടേം 15 ആണ്. 31 - 1 D - 1. 2 × 15 എത്ര മക്കളെ? 30. 30 1 പോയാൽ എത്ര മക്കളെ? 31 1 പോയാൽ എത്ര? 30. 30 × -1 -30. 30 30 പോയാൽ 0. 31/2 × 0 0 ആണ്. ഇനി ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നുള്ളത് കേട്ടോ. ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നുള്ളത് എവിടെ എഴുതാം? ഞാനിവിടെ എഴുതാം കേട്ടോ. 15ാമത്തെ പദം 1 ആണ്. 15ാമത്തെ പദം 1 ആണ് എങ്കിൽ 16ാമത്തെ പദം എത്രയാ? ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ കൂടി ഇവിടെ കടന്നോട്ടെ പറഞ്ഞത് ഞാൻ. 16ാമത്തെ പദം 15 കഴിഞ്ഞ തൊട്ടപ്പുറത്തെ പദമല്ലേ 16. 16ാമത്തെ പദം പറയണത് പൊതുവ്യത്യാസം -1 അല്ലേ. അപ്പൊ 15ാമത്തെ പദത്തിന്റെ കൂടെ -1 കൂട്ടിയാൽ 1ന്റെ കൂടെ -1 കൂട്ടിയാൽ എത്ര? 0 ആയിവാ. 16ാമത്തെ പദം എത്രയാ? 0 ആണ്. മക്കളെ 31 പദങ്ങളുടെ സമ്മ് കാണാനാണ് പറഞ്ഞു കേട്ടോ. 31ന്റെ മിഡിൽ ടേം അല്ലേ 16. 31ക്ക് 1 കൂട്ടിയാൽ 32. 32ന്റെ പകുതി അല്ലേ 16. കണ്ടോ? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പൊ സമ്മ് കാണാൻ മിഡിൽ ടേം ഇൻറ്റു അഥവാ 0 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 31. അപ്പൊ 0 × 31 എത്രയാ? 0. സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതണം കേട്ടോ. സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതണേ. ആ 15ാമത്തെ പദം നമുക്ക് 1 ആണ്. അപ്പൊ 16ാം പദം A16 = 0. പൊതുവ്യത്യാസം -1 ആയതുകൊണ്ട് അതെന്ത് ചെയ്യും? 1 കുറച്ചിട്ട് 0. ഇനി 31ന്റെ സെന്റർ ആണ് 16. 31ക്ക് 1 കൂട്ടിയാൽ 32. 32ന്റെ പകുതി 16 ആയതുകൊണ്ട് മിഡിൽ ടേം ആണ് 0. മിഡിൽ ടേമിന് നമ്പർ ഓഫ് ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സമ്മ് കിട്ടും. കിട്ടൂലേ? അപ്പൊ അവിടുത്തെ സമ്മ് എത്രയാണ്? മിഡിൽ ടേം ആയ 0യെ നമ്പർ ഓഫ് ടേംസ് ആയ 31 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0. എങ്ങനെയായാലും 0 തന്നെ അല്ലേ? ഓക്കെ, ഓക്കെ ആണല്ലോ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം.
വിച്ച് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/3? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് 1/3 ദശാംശ രൂപം? Write the algebraic form of the arithmetic sequence 1.333, 2.333, 3.333. 1.333, 2.333, 3.333 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. Find the sum of first 21 terms of the arithmetic sequence 133, 233, 333 എന്ന സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ 21 പദങ്ങളുടെ തുക കണക്കാക്കുക. ഫസ്റ്റ്, വിച്ച് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/3? 1/3ന്റെ ഡെസിമൽ ഫോം അത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു കൺസെപ്റ്റാണ്. ഡിനോമിനേറ്റർ 9 ആണെങ്കിൽ ന്യൂമറേറ്ററിലെ സംഖ്യ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ 3ന് ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് ഡിനോമിനേറ്റർ 9 കിട്ടും. അപ്പൊ ഇവിടെയും ഞാൻ എന്ത് ചെയ്തു? ഒരു 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 1 × 3 3, 3 × 3 9. 3/9 എന്ന് വന്നാൽ 0.33333. അതാ ഈ മൂന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിൽ 9 വന്നാൽ മുകളിലെ സംഖ്യ റിപ്പീറ്റ് ചെയ്യും 8 വരെ കേട്ടോ. ഏതുവരെ? 8 വരെ. 1/9 പറഞ്ഞാൽ 0.111, 0.222 പറഞ്ഞാൽ 2/9, 0.333 എന്ന് പറഞ്ഞാൽ 3/9. ഓക്കെ, അപ്പോൾ 1/3നെ 3/9 ആക്കി. അപ്പോൾ 0.3333. ഇനി റൈറ്റ് ദ അൾജിബ്രായിക് ഫോം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അതിൻ്റെ അൾജിബ്രായിക് ഫോം. ആദ്യം നമുക്ക് ഇതിൻ്റെ പൊതുവ്യത്യാസം കാണാം. ഓക്കെ, പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. കണ്ടോ, 2.333 1.33 കുറച്ച് 3 പോയി, 3 പോയി, 3 പോയി, 2 പോയാൽ 1. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ 1.33, 2.33, 3.33 അങ്ങനെയല്ലോ. പൊതുവ്യത്യാസം എത്രയപ്പോൾ? 1. ഓക്കെ, അപ്പൊ an പ്ലസ് ബി, an പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? കോമൺ ഡിഫറൻസ്. അപ്പൊ 1n പ്ലസ് 0.3333. ഓക്കെ, എന്നിന് 1 കൊടുത്ത് നോക്കിയേ. 1 × 1 1, 1 പ്ലസ് 0.333 1.333. 2 കൊടുത്ത് നോക്കിയേ. 2 × 1 2, അതിൻ്റെ കൂടെ 0.33 കൂടി കൂട്ടിയാൽ 2.333. ഓക്കെ, അപ്പോൾ n പ്ലസ് 0.3333. ഇനി 21 പദങ്ങളുടെ തുക കാണണം. അപ്പൊ n/2 × a1 പ്ലസ് a21. അപ്പൊ ഞാൻ അവിടെ കൊടുത്തു കേട്ടോ. അൽജിബ്രയിൽ n വാല്യൂ എടുത്തുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. n/2 21/2. a1 പറഞ്ഞാൽ ഫസ്റ്റ് ടേം 1.33. 21ാമത്തെ പദം എന്തായിരിക്കും? 21.3333. ഓക്കെ, അത് കൂട്ടുമ്പോൾ ഇതിൽ 1.0333, 21 പ്ലസ് 0.333 ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചു. ഇനി 0.33 പറഞ്ഞാൽ 1/3, 0.333 പറഞ്ഞാൽ 1/3. 21ക്ക് 1 കൂട്ടിയാൽ 22. 1/3 പ്ലസ് 1/3 2/3. ഓക്കെ, ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. 2 × 3 66 പ്ലസ് 2/3. 62ക്ക് 2 കൂട്ടിയാൽ 68. ഇനി 21നെ 3 കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 7 കിട്ടും. 62നെ 2 കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 34 കിട്ടും. 68ന്റെ പകുതി 34. പിന്നെ 34 × 7 ചെയ്യുക, 238 കിട്ടും. ഓക്കെ ആണ്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്തൊക്കെയാ കാട്ടി? സമ്മ് കാണുന്നതാവുന്ന കൂടിട്ടോ. a1 പ്ലസ് a21 ആണ്. a1 പറഞ്ഞാൽ 1.333. ഇത് 21.333. 1.333 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 0.333 ആണല്ലോ. മറ്റത് 21 പ്ലസ് 0.333 ആണല്ലോ. 0.33നെ 1/3 എഴുതി, ഇതിനെയും 1/3 എഴുതി. 1/3 1/3 കൂട്ടിയാൽ 2/3. 21 1 കൂട്ടി 22. പിന്നെ ഇവിടെ ക്രോസ് ചെയ്തു. അപ്പൊ 68/3 കിട്ടി. 21നെ 3 കട്ട് ചെയ്തപ്പോൾ 7, 68നെ 2 കട്ട് ചെയ്തപ്പോൾ 34. പിന്നെ 34 × 7 238. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക കണക്കാക്കുക. ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക കണക്കാക്കുക. പിന്നെ 20 ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം എന്താ? n² ആണ്. ഓക്കെ, നമ്മൾ ഓഡ് നമ്പർ പഠിച്ചിട്ടുണ്ട്, ഈവൺ നമ്പർ പഠിച്ചിട്ടുണ്ട്, നാച്ചുറൽ നമ്പർ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ n × n + 1/2. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ n². ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിലോ n × n + 1. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ്. 20 ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ n², 20² 400.
ഇനി ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പറിന്റെ സം ഞാൻ പറഞ്ഞു എന്താ, n × n+1. അപ്പൊ 20 × 21 420 വരും. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 40 നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിന്റെ സം എന്താ, n × n+1/2. 40 എണ്ണാണ്. അപ്പൊ 40 × 41/2. 40ന്റെ പകുതി 20. 20 × 41. 41ന്റെ ഇരട്ടി 82. അപ്പൊ 820. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 40 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1/40, 2/40, 3/40 എക്സെട്ര. ഓക്കെ. അപ്പൊ ഞാനിത് ഇങ്ങനെ എഴുതി 1/40 + 2/40 + 3/40 + എക്സെട്ര + 40/40. 40 ടേം അല്ലേ, 40 ടേം അല്ലേ. ഓക്കെ. അപ്പൊ നോക്കി, ഡിനോമിനേറ്റർ ഒക്കെ 40 ആണ്. അപ്പൊ ഞാൻ ഒറ്റ 40 ആക്കി. അപ്പൊ ന്യൂമറേറ്റർ തമ്മിൽ ചെയ്യാലോ, 1 + 2 + 3 + 4 up to 40. ഇത് നാച്ചുറൽ നമ്പർ അല്ലേ. നാച്ചുറൽ നമ്പറിന്റെ സം എത്രയാ, 820. അപ്പൊ 820/40. 0 0 വെട്ടിപ്പോകും. 82 എത്ര 40 ഉണ്ട്, അല്ലെങ്കിൽ 82 ൽ 40 വരില്ല. 40 40 80 ശിഷ്ടം ഉണ്ടാവും. അപ്പൊ 82/4 20.5 കിട്ടും. ഓക്കെ. 82നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സാധാ നോർമൽ ഡിവിഷൻ ചെയ്യാം കേട്ടോ. 82നെ 4 കൊണ്ട് നമുക്ക് എന്തായാലും കിട്ടില്ല എന്നറിയാം, കാരണം 80 വരും നിൽക്കും കേട്ടോ. ഒരു 4 4 24 8 വരും. 8 8 പോയാൽ 0 വരും. 2നെ ഇറക്കിയത് 2ൽ ഇല്ല. 2ൽ 4 ഉണ്ടോ, ഇല്ല. അപ്പൊ 0 ഇട്ട് കൊടുത്തു. ഇനി അടുത്ത നമ്പർ ഇല്ലാത്തതുകൊണ്ട് 0 ഇറക്കിയത്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. 20ൽ 5 എണ്ണം, i 4 20 കേട്ടോ. 20.5. അപ്പൊ ഇതിന്റെ സം എത്രയാ, 20.5. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 100 ഈസ് ഡിവൈഡഡ് ബൈ 7? 100നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള ശിഷ്ടം എത്രയാണ്? അപ്പോൾ 100നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 100നെ ജസ്റ്റ് 8 ഹരിച്ചാൽ മതി. നമ്മൾ സാധാരണ നോർമൽ ഡിവിഷൻ നമ്മൾ ചെയ്യൂലേ. 100 ഡിവൈഡഡ് ബൈ 7. 10ൽ എത്രയുണ്ട്, 1. ഒരു 7 7. 10 7 പോയാൽ 3. 30. 4 7 28. അപ്പൊ 30 28 പോയാൽ ശിഷ്ടം 2. റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 2 കിട്ടും. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പർ വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 7. 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള എണ്ണൽ സംഖ്യ 3 അക്ക സംഖ്യകൾ. മക്കളെ, 7ന്റെ ഗുണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സംഖ്യനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അവിടുത്തെ ശിഷ്ടം 0 ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ ഒരു സംഖ്യനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ വരാൻ ചാൻസ് ഉള്ള റിമൈൻഡറുകൾ ഏതൊക്കെയാ? 1 2 3 4 5 6 7 അല്ല വരിക, 0. ഓക്കെ. അപ്പോൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ശിഷ്ടം എത്രയാ? 0 ആണ്. ഇപ്പൊ 100നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 ആണ്. 100നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? 2 ആണ്. ഈ 2 ഇനി 100 കഴിഞ്ഞാൽ 101 102 കാരണം മുമ്പിലോട്ടല്ലേ പോകുക. അപ്പൊ ഈ ശിഷ്ടത്തിനെയും മുമ്പിലോട്ട് കൊണ്ടുപോകുക. 2 കഴിഞ്ഞാൽ 3 4 5 6 0. നിങ്ങൾ ഓരോ വിരലുകൾ മടക്കട്ടോ. എൻ്റെ കൂടെ, ഞാൻ ഇവിടെ വിരലുകൾ മടക്കുന്നുണ്ട്, എൻ്റെ കൂടെ മടക്കുക. 2 കഴിഞ്ഞാൽ 3 4 5 6 7 അല്ല, ആരെ വരിക? 0. നമുക്ക് വേണ്ട റിമൈൻഡർ 0. എത്ര എണ്ണം? 5 പ്രാവശ്യം. ആ 5 100ലേക്ക് കൂട്ടുക, 105. എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അതാണ് അവിടുത്തെ റിമൈൻഡർ. അപ്പൊ അവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പൊ 105ക്ക് 7 കൂട്ടിയാൽ 112. ഓക്കെ. ഇനി എങ്ങനെ 994 കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കോ, 999 ലാസ്റ്റത്തെ ടേം. അതിനെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു 7 7. 9 7 പോയാൽ 2. ഒരു 9നെ അറക്കി ചെയ്ത് 29. 4 7 28. 29 28 പോയാൽ 1 9. വീണ്ടും 9 അറക്കി ചെയ്താലേ 2 7 14. ശിഷ്ടം 5 വരും. 19 14 പോയാൽ 5 ആണ് വരിക. പക്ഷെ നമുക്ക് വേണ്ട ശിഷ്ടം 0 ആണ്. ഇനി 999 കഴിഞ്ഞാൽ മുമ്പിലോട്ടല്ലല്ലോ പോവുക, ബാക്കിലോട്ടല്ലേ വരിക അല്ലെ. 998 97 96 95 94 93 92 പറഞ്ഞ ബാക്കിലോട്ടാണ് 3 അക്ക സംഖ്യ വരിക. മുമ്പിലോട്ട് പോയ 4 അക്ക സംഖ്യ ആവും. അപ്പൊ റിമൈൻഡറിനെയും ബാക്കിലോട്ട് കൊണ്ടുവരാം.
കൗണ്ട് ചെയ്തോട്ടോ. 5 ബാക്കിലോട്ട് വരുമ്പോൾ 4 3 2 1 0. 5 നമ്പർ 0 കിട്ടാൻ 5 നമ്പർ ബാക്കിലോട്ട് വരണം. അപ്പൊ 999 5 നമ്പർ ബാക്കിലോട്ട് വരുമ്പോൾ 5 കുറക്കുമ്പോൾ 994. ഓക്കെ ആണ്. അങ്ങനെയാണ് 994. ഇനി ഹൗ മെനി മൾട്ടിപ്പിൾസ്, എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട്? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എണ്ണം കാണാനാണോ പണി? ആണോ? എണ്ണം കാണാനാണോ പണി? ഇവിടെ ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 7 ആർ ദർ ബിലോ 100 എന്നാണ് പറയുന്നത്. 100ൽ താഴെ എത്ര ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, 100ൽ താഴെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 7 എന്ന് തുടങ്ങും. 1 7 7. ഓക്കെ, പിന്നെ 100നെ ഹരിച്ചപ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടിയത്. അത് നിങ്ങൾ കണ്ടല്ലോ. 100നെ ഹരിച്ചപ്പോൾ അപ്പൊ 100ന്റെ താഴെ എന്നാ പറഞ്ഞേക്കണേ. അപ്പോ 0 വരണം അല്ലെ. 7ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ 0 വരണം. 99 98 97 അങ്ങനെ പോകും. അപ്പൊ റിമൈൻഡർ 2 അല്ലേ. ആ 2 പോരാ. 1 0. എത്ര കുറക്കണം? 2 കുറക്കണം. അതുകൊണ്ടാണ് ഇവിടെ ലാസ്റ്റ് ടേം 98 എഴുതിക്കണേ ഞാനേ. ആഹാ, മനസ്സിലായോ? ഫസ്റ്റ് ടേം 7 1 7 2 14 അങ്ങനെ പോകും. 100ന്റെ താഴോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 100നെ ഹരിക്കുമ്പോൾ 2 ആണ്. അപ്പൊ താഴോട്ടല്ലേ വരണ്ടേ? 0 കിട്ടണം. 7 കൊണ്ട് 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ, ഗുണിതല്ലേ. അപ്പൊ 0 കിട്ടണം. 2 കഴിഞ്ഞാൽ 1 0. 2 നമ്പർ താഴത്തേക്ക് വരണം. ഓക്കെ, 2 നമ്പർ താഴത്തേക്ക് വരണം. അപ്പൊ 100ന്ന് 2 താഴത്തേക്ക് പോന്നാ 98. അപ്പൊ ലാസ്റ്റ് ടേം ആയി. ഇനി n കാണാലോ. an - a1 ഡിവൈഡഡ് ബൈ d + 1. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ d + 1. 98 - 97 ഡിവൈഡഡ് ബൈ 7 98 97 പോയാൽ 98 7 പോയാൽ എത്ര? 91. ഓക്കെ, ഇതിനെ പൈറ്റ് 3 30, പിന്നെ 21 3 21 13 കിട്ടും അല്ലെ. കാരണം പൈറ്റ് 3 30, 90 30 പോയാൽ ബാക്കി 21, 3 21, അപ്പൊ 13. 13ക്ക് 1 കൂട്ടിയാൽ 13. അല്ലെങ്കിൽ നിങ്ങൾ 91നെ ഇവിടെ ഏറ്റവും അരിച്ചോണം കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നുണ്ടെന്ന് കരുതി നിങ്ങളതൊന്നും നോക്കണ്ടേന്നേ. 2 പ്രാവശ്യം വരും, സോറി 1 പ്രാവശ്യം വരും. 1 7 7 9 7 പോയ 2 21 3 7 21 കണ്ടോ 13. 13ക്ക് 1 കൂട്ടിയാൽ 14. അപ്പൊ എത്ര ടേം ഉണ്ട്? 14 ടേം. ഓക്കെ, അടുത്ത ചോദ്യം. അതായത് ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യ പദം ഫസ്റ്റ് ടേം 3n + 1 ഫസ്റ്റ് ടേം ഈസ് 16 എ ടേം ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ്. വൈ? Prove that the sequence of all terms of squares of all terms of a sequence 3n + 1 belong to this arithmetic sequence. 3n + 1 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിലെ പദങ്ങളാണെന്ന് തെളിയിക്കുക. അപ്പൊ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ടേം 4 ആണ്. വേറൊന്നുമല്ല, നിങ്ങൾ ആ എന്നിന് 1 ഇട്ട് കൊടുത്താൽ മതി. ഒരു അൽജിബ്ര ബീജഗണിതം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏത് ടേം ആണെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം മക്കളെ. ആ എന്നിന്റെ സ്ഥാനത്ത് ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോ എന്നിന് 1 കൊടുത്ത ഫസ്റ്റ് ടേം കിട്ടും, എന്നിന് 2 കൊടുത്ത സെക്കൻഡ് ടേം കിട്ടും. അപ്പൊ 3 × 1 + 1 3 × 1 3 3ക്ക് 1 കൂട്ടിയാൽ 4. അപ്പൊ ആദ്യ പദം 4. ഇനി 16 ഈ ശ്രേണിയിലെ പദമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ സമാന്തര ശ്രേണിയിലെ ഫസ്റ്റ് ടേം 4 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാ? 3 ആണ്. അപ്പൊ ഈ 4നെ ഞാൻ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ശിഷ്ടാണ് 1. 4ൽ എത്ര? 3 ഉണ്ട്. 1 3 3 ശിഷ്ടം 1. അപ്പൊ ഈ 16 ഇതിലെ ടേം ആണെങ്കിൽ 16നെയും ഞാൻ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് ശിഷ്ടം 1 കിട്ടണം. കിട്ടുമോ നോക്കാം നമുക്ക്. 1 3 3 2 3 6 3 9 4 3 12 I3 15. 15 കഴിഞ്ഞാൽ പിന്നെ 15 കഴിഞ്ഞാൽ പിന്നെ 18 ആണ് വരുന്നത്. അല്ല 6 3 18. അപ്പൊ I3 15. 15 കഴിഞ്ഞാൽ 16 ശിഷ്ടം 1 തന്നെയല്ലേ. അപ്പൊ 16 ടേം ആണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഇനി അടുത്ത രീതി കേട്ടോ. 3n + 1 = 16. n നമ്പർ ഓഫ് ടേംസ്. n എന്ന് പറയുന്ന സാധനം ഒരു നാച്ചുറൽ നമ്പർ കിട്ടിയാൽ മതി. 16ന്ന് 1 പോയാൽ 15. n = 15/3. 15/3 5 കിട്ടൂലേ? അഞ്ചാമത്തെ പദമാണ് 16 അറിയണത്. അപ്പൊ 16 ഇതിലെ ടേം ആണോ? ആണ്. ഇനി ഈ ശ്രേണിയിലുള്ള എല്ലാ നമ്പറുകളുടെയും സ്ക്വയറുകൾ. ഓക്കെ, 2 രീതി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ ബി ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഒന്ന് റിമൈൻഡർ സെയിം ആണോ നോക്കിയാൽ മതി, അല്ലെങ്കിൽ 3n + 1 = 16 എന്ന് കൊടുക്കുക. അതിൽ നിന്ന് n കണ്ടുപിടിക്കുക. അപ്പൊ n കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാ സാർ ഇത് ടേം ആണല്ലേ നോക്കുക? സംഭവം സിമ്പിളാണേ. n നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ടേം ആണ്, അല്ലെങ്കിൽ ടേം അല്ല. കാരണം 5ാമത്തെ ടേം 6ാമത്തെ ടേം എന്നൊക്കെ നമ്മൾ പറയുള്ളൂ. അല്ലെങ്കിൽ 1/2th ടേം,
അല്ലെങ്കിൽ 3.2 ടേം എന്നൊന്നും പറയില്ലല്ലോ. n ഒരു നാച്ചുറൽ നമ്പർ കിട്ടിയ ടേമാണ്, അല്ലെങ്കിൽ ടേം അല്ല. പതിനാറ് ഈ സീക്വൻസിലെ പദമാണ്. അടുത്ത് നമുക്ക് ഈ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയറൊക്കെ ഇതിൽ തന്നെ ഉണ്ടെന്നുള്ള പ്രൂവ് ചെയ്യണ്ടേ. അതിന് ഈ 3n+1 സ്ക്വയർ കാണാം. ആൾറെഡി നമ്മുടെ കയ്യിലൊരു അൽജിബ്ര ഉണ്ട് കേട്ടോ. കോമൺ ഡിഫറൻസും 3 റിമൈൻഡറും 1 ആയിട്ട് നമ്മുടെ കയ്യിലൊരു അൽജിബ്ര ഉണ്ട്. ഞാൻ അതിനങ്ങോട്ട് സ്ക്വയർ ചെയ്തു. a+b² എന്താ a+b² നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നെങ്കിൽ a² + 2ab+b², അല്ലെങ്കിലോ ഫസ്റ്റത്തേൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തേൻ്റെ സ്ക്വയർ പ്ലസ് ഇത് മൂന്നും കൂടി അങ്ങോട്ട് ഗുണിക്കുക. ഫസ്റ്റ് 3n, അപ്പോൾ 3n സ്ക്വയർ. 2b ആണ്, അപ്പോൾ b² പറയുമ്പോൾ 1 സ്ക്വയർ. ഇനി ഇത് മൂന്നും കൂടിയാണ് ഗുണിക്കുക. 2 × 3n × 1. 3 സ്ക്വയർ പറയുമ്പോൾ 3 9, 9n സ്ക്വയർ. 1 സ്ക്വയർ 1, 2 × 3 6 ആണ്, 6 × 1 6n. ഒന്ന് അറേഞ്ച് ചെയ്തു ഞാൻ. ഇനി ഇതിൽ നിന്ന് രണ്ടൊന്നും കോമൺ ആയിട്ട് എനിക്ക് ആരെ പുറത്തെടുക്കാം? 3നെ പുറത്തെടുക്കാം. നമ്മളുടെ കോമൺ ഡിഫറൻസ് ആയ 3നെ ഞാൻ പുറത്തെടുത്തു. അപ്പോൾ 9 3 പോയാൽ എങ്ങനെ 3 വന്നു? 9 3 പോയാൽ 6 അല്ലേ? പിന്നെ എങ്ങനെയാണോ 3 നമ്മളൊരു നമ്പറിനെ ബ്രാക്കറ്റിന് പുറത്തെടുക്കുമ്പോൾ ബാക്കി കാണാൻ ഹരിക്കുകയാണ് ചെയ്യുക, കുറക്കുകയല്ല ചെയ്യുക കേട്ടോ. കാരണം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഗുണിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹരിക്കണം. 9/3 3, ഒരു n സ്ക്വയർ. 6/3 2, ഒരു n + 1. ഇനി ബ്രാക്കറ്റിന് ഉള്ളിലുള്ള ടേമിന് ഞാൻ m എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ലെറ്റർ കൊടുത്താൽ മതി. അപ്പോൾ 3m+1. ഇവിടെ നോക്കിയാൽ കോമൺ ഡിഫറൻസ് 3, റിമൈൻഡർ 1. ഇവിടെയും കോമൺ ഡിഫറൻസ് 3, റിമൈൻഡർ 1. സെയിം അല്ലേ? സെയിം അല്ലേ? അപ്പോൾ സ്ക്വയറുകളൊക്കെ ഈ സീക്വൻസിലുണ്ട്. അപ്പോൾ സ്ക്വയറുകളൊക്കെ ഈ സീക്വൻസിലുണ്ട്. ദ സ്ക്വയേഴ്സ് ബിലോങ്സ് ടു ദി സീക്വൻസ്. വർഗ്ഗങ്ങൾ ശ്രേണിയിൽ തന്നെ പദങ്ങളാണ്. അടുത്ത ചോദ്യം എത്രാമത്തെ? 9ാമത്തെ ചോദ്യം. ദ സം ഓഫ് n ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 4n² + 2n. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 4n² + 2n ആണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പൊതു വ്യത്യാസം എത്രയെന്നാണ് ചോദ്യം. റൈറ്റ് ദ സെക്കൻഡ് ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ശ്രേണിയുടെ രണ്ടാമത്തെ പദം കാണണം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. ശ്രേണിയിൽ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണണം. ഈസ് ദ സം ഓഫ് some terms of arithmetic sequence be 7321. 7321 ഈ ശ്രേണിയിൽ ഏതെങ്കിലും പദങ്ങളുടെ തുകയാകുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 1 by 1 ചെയ്തു വരാം കേട്ടോ. ഫസ്റ്റ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എങ്ങനെ 8 കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കുക. നമ്മളുടെ ബീജഗണിതം ഇവിടെ പേനിട pn². ഇത് ചില ആളുകളൊക്കെ തെറ്റിക്കാറുണ്ട് കേട്ടോ. pn² + qn എന്നാണ് നമ്മളുടെ സമ്മിൻ്റെ അൽജിബ്ര. അതിൽ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസിൻ്റെ പകുതിയാണ്. p എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസത്തിൻ്റെ പകുതിയാണ് p. pയും qയും കൂട്ടിയ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പിയുടെ സ്ഥാനത്ത് എത്രയാണ്? 4 ആണ്. അപ്പോൾ p = 4 കിട്ടും. n² കൂടെ ഉള്ളതാണ് p. n² കൂടെ 4 ആണ്. അപ്പോൾ പിയുടെ വാല്യൂ 4 ആണ്. p എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസത്തിന്റെ പകുതി. എന്തിന്റെ പകുതിയാണ്? 4. 8ന്റെ പകുതിയാണ് 4. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാ? 8. ഓക്കെ. ഇനി രണ്ടാമത്തെ ടേം ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റ് ടേം കാണാം. പിയും ക്യൂവും കൂട്ടിയ ഫസ്റ്റ് ടേം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. എത്രയാ? 4ഉം 2ഉം കൂട്ടിയാൽ 6. ഓക്കെ. 6ക്ക് കോമൺ ഡിഫറൻസ് കൂട്ടിയ സെക്കൻഡ് ടേം ആയില്ലേ? കോമൺ ഡിഫറൻസ് 8 ആണ്. ആ 8ക്ക് 6 കൂട്ടിയ സെക്കൻഡ് ടേം ആയില്ലേ? ഫസ്റ്റ് ടേം 6 ആണ്. ആ 6ലേക്ക് കോമൺ ഡിഫറൻസ് ആയ 8 കൂട്ടിയ സെക്കൻഡ് ടേം 14 കിട്ടൂലേ? ഇത്രേ ഉള്ളൂ. ഇനി 25 പദങ്ങളുടെ സമ്മ് കാണണം. അതിന് ഇത് സമ്മിന്റെ ബീജഗണിതല്ലേ? ഈ ബീജഗണിതത്തിൽ n 25 കൊടുത്താൽ മതി. അപ്പോൾ 4 × 25ന്റെ സ്ക്വയർ + 2 × 25, 25ന്റെ സ്ക്വയർ എത്രയാ? 5ന്റെ സ്ക്വയർ 25ൽ അവസാനിക്കും. 2 ആണ്. 2 കഴിഞ്ഞാൽ 3, 2 × 3 6, 625 + 2 × 25, 2 × 25 എത്രയാ? 50. 4 × 625 2500. 2500ക്ക് 50 കൂട്ടിയാൽ 2550. ഓക്കെ. ഇനി 7321 സമ്മാകുമെന്നല്ല ചോദിച്ചേക്കണേ. ഈ ശ്രേണിയിൽ ഏതാനും പദങ്ങളുടെ തുകയാകുമെന്ന് ചോദിച്ചേക്കണേ. എത്രാമത്തെ പദം എന്നൊന്നും കാണണ്ട കേട്ടോ. തുക ആകുമോ ഇല്ലേ എന്നുള്ളത് കണ്ടാൽ മതി. ഓക്കെ. അത് ഞാൻ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകണ്ടോ. 4n² + 2n = 7321. ഞാനിതിനെ സെക്കൻഡ് ഡിഗ്രി ആക്കി മാറ്റി. 4n² + 2n മൈനസ് ഈ 7321 അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? മൈനസ് ആവും. ഇനി ഇതിന് സൊല്യൂഷൻ ഉണ്ടോ എന്നല്ല ചോദിച്ചേക്കണേ. ഒരു സെക്കൻഡ് ഡിഗ്രിക്ക് സമ്മാകുമെന്നല്ല ചോദിച്ചേക്കണേ. ഒരു സെക്കൻഡ് ഡിഗ്രി ആക്കി. ഈ സെക്കൻഡ് ഡിഗ്രിക്ക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് സമ്മാവും.
അത് എന്നിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടാൽ മതി സൊല്യൂഷൻ ഉണ്ടോയെന്ന് അറിയാൻ. അത് പോസിറ്റീവ് ആണെങ്കിലും 0 ആണെങ്കിലും സൊല്യൂഷൻ ഉണ്ടാകും, നെഗറ്റീവ് ആണെങ്കിലോ സൊല്യൂഷൻ ഉണ്ടാവില്ല. ബി സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ കൂടെ അത് 2 ആണ്, അപ്പോൾ 2 സ്ക്വയർ മൈനസ് 4a, എ എന്ന് പറഞ്ഞാൽ എൻ സ്ക്വയറിൻ്റെ കൂടെ അത് 4, സി എന്ന് പറഞ്ഞാൽ മൈനസ് 7321. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഇത് മൈനസും മൈനസും ഗുണിക്കുമ്പോൾ എന്താവും, പ്ലസ് ആകും. മൈനസും മൈനസും ഗുണിക്കുമ്പോൾ എന്താവും, പ്ലസ് ആകും. മൈനസും മൈനസും ഗുണിക്കുമ്പോൾ എന്താവും, പ്ലസ് ആകും. അത് ഗുണിച്ച നമ്പർ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. 4 × 4 16, 16ന് ഈ നമ്പർ ആയിട്ട് ഗുണിച്ചിട്ടാണ് ഈ 1,17,136 കിട്ടി. അതിലേക്ക് ഞാൻ 4 കൂട്ടി. അപ്പൊ സാറേ ഇത് നെഗറ്റീവ് അല്ലല്ലോ, ഇത് നെഗറ്റീവ് അല്ലല്ലോ സാറേ, ഇതിന് നമുക്ക് അപ്പൊ സൊല്യൂഷൻ ഉണ്ടെന്നാണ് അർത്ഥം? അല്ല, സൊല്യൂഷൻ ഇല്ല എന്ന് പറയുമ്പോൾ വേറൊരു കാരണം കൂടി ഉണ്ട്. എന്താണെന്നറിയോ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ്, ഇതിനെ നമ്മൾ സൊല്യൂഷൻ കാണുമല്ലോ. അപ്പൊ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എന്നാ വരിക അല്ലെ. ഇതിനെ നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്നൊക്കെ പറയും, കൃത്യാങ്കം എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac, ഇതിന് റൂട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ ഒരു നാച്ചുറൽ നമ്പർ എന്നിന് വാല്യൂ കിട്ടുള്ളൂ. എത്ര പൂജ്യത്തിൽ ഇത് അവസാനിക്കണേ? ഒരു പൂജ്യത്തിലാണ് അവസാനിക്കണേ. ഒരു പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യക്ക് നമുക്ക് റൂട്ട് കാണാൻ പറ്റുമോ? ഇല്ല. 2 പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യക്ക് റൂട്ട് ഉണ്ട് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലെ. 10ന് റൂട്ടില്ല, 100നുണ്ട്. 1000ത്തിനില്ല, അത് 3 എണ്ണാണ്. പൂജ്യത്തിന്റെ എണ്ണം ഇരട്ട സംഖ്യ വന്നാലേ എന്തുണ്ടാവുള്ളൂ, റൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന് റൂട്ട് ഉണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം ഇതിന് റൂട്ട് കാണാൻ കഴിയില്ല. ഒരു പൂജ്യം ആയതുകൊണ്ട് റൂട്ട് കാണാൻ കഴിയില്ല. ഓക്കെ, പൂജ്യത്തിന് അവസാനം 0 വരികയാണെന്നുണ്ടെങ്കിൽ പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യ വേണം. പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യനെ പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് 2 പൂജ്യം വേണ്ടേ? അപ്പോൾ ഇതിനകത്ത് സ്ക്വയർ കാണാൻ കഴിയൂല, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ട് ഇതിന് റൂട്ടില്ല. അപ്പൊ 7321 എന്താവൂല, തുകയാകൂല. പ്രശ്നം തീർന്നില്ലേ? ഓക്കെ, ദെൻ 10ാമത്തെ ചോദ്യം. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. 2 4 6 8 10 12 ഒരു പിരമിഡ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ നമ്പർ ഇൻ ദ നെക്സ്റ്റ് ലൈൻ. ഈ സംഖ്യാക്രമത്തിൽ അടുത്ത വരിയിലെ സംഖ്യകൾ എഴുതണം. വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ 10th ലൈൻ? 10ാം വരിയിൽ ആദ്യ സംഖ്യ കാണണം. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് 10 ലൈൻസ്. ആദ്യത്തെ 10 വരികളുടെ സംഖ്യകളുടെ തുക കണക്കാക്കണം. ഫസ്റ്റത്തെ ചോദ്യം വളരെ സിമ്പിൾ. നെക്സ്റ്റ് ലൈൻ എഴുതാൻ 20ലാണ് അവസാനിക്കുന്നത്. 2 കൂട്ടി പോവാണ്. 22 24 26 28 30. ഇനി ഫസ്റ്റ് നമ്പർ ഇൻ 10th, 10ാമത്തെ വരിയിൽ ആദ്യ പദം കാണാനാണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണേ, 10ാമത്തെ വരിയിൽ ആദ്യ പദം കാണാനാണ്. ഞാൻ ആദ്യം ഈ പിരമിഡിനെ ഒരു ശ്രേണിയാക്കിയിട്ട് എഴുതി 2 4 6 8. അതിന്റെ ബീജഗണിതം കണ്ടു. ഓക്കെ, എന്താ 2n ആണ് ആണല്ലോ. 2 4 6 8 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ an പ്ലസ് ബിയിൽ കൊടുത്തു നോക്കിയാൽ a എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് അത് 2 ആണ്. 2n, n-ന് 1 കൊടുത്തപ്പോൾ 2 കിട്ടിയില്ലേ? അപ്പൊ ഇവിടുത്തെ ബീജഗണിതം 2n ആണ്. ഇനി നോക്കിക്കോട്ടോ, ഫസ്റ്റ് വരിയിൽ ഒരു ടേം, അപ്പൊ n-ന് 1 കൊടുത്തപ്പോൾ ആ നമ്പർ കിട്ടി. അതിക്ക് 2 കൂട്ടിയപ്പോൾ അടുത്ത വരിയിലെ ഫസ്റ്റ് ടേം. രണ്ടാമത്തെ വരിയിൽ 2 എണ്ണം കേട്ടോ. അപ്പൊ 2 1 കൂട്ടി 3, ആ 3 n-ന് കൊടുത്തപ്പോൾ 3 × 2 6 ലാസ്റ്റ് ടേം കിട്ടി. അതിക്ക് 2 കൂട്ടിയപ്പോൾ അടുത്തേത് ഫസ്റ്റ് കിട്ടി. ഇനി മൂന്നാമത്തെ വരിയിൽ 3 എണ്ണം, അപ്പൊ 3 × 2 5 1 6, 6 × 2 12 കേട്ടോ. അപ്പോൾ ഓരോ വരിയിലെയും സംഖ്യകൾ, ഓരോ വരിയിൽ എത്ര സംഖ്യകളുണ്ടോ ആ സംഖ്യകളൊക്കെ കൂട്ടിയിട്ട് അത് n-ന് കൊടുത്താൽ അവിടുത്തെ ലാസ്റ്റ് ടേം കിട്ടും. ആ ലാസ്റ്റ് ടേമിലോട്ട് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ അടുത്ത വരിയിലത്തെ ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ 10ാമത്തെ വരിയിലെ ഫസ്റ്റ് സംഖ്യ കാണാന്, 10ാമത്തെ വരിയിലെ ഫസ്റ്റ് സംഖ്യ കാണാന് നമ്മൾ എന്ത് ചെയ്യണം? 9ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം കാണണം. അതിന് 1 മുതൽ 9 വരെ കൂട്ടണം. നാച്ചുറൽ നമ്പറിന്റെ സം n × n + 1/2. അപ്പോൾ 9 × 10/2, 9 × 10 അല്ലേ, 10ന്റെ പകുതി 5, 9/5 45. ആ 45 n-ന് കൊടുക്കുക. 2 × 45 90. അപ്പൊ 9ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം എത്രയാ? 90 ആണ്. അപ്പൊ 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേം ആരാ? 92. ഓക്കെ, ഇനി ഫസ്റ്റ് 10 വരിയിലെയും സംഖ്യകളുടെ തുക കാണണം. 9 വരിയിൽ മൊത്തം 90 ടേം, സോറി മൊത്തം 45 ടേം. 90 അവിടുത്തെ ടേം ആണല്ലോ, 45 ടേം. അപ്പൊ 10 വരിയിൽ ആകെ എത്ര ടേം ഉണ്ടാവും? 10ാമത്തെ വരിയിൽ 10 എണ്ണം അല്ലേ, അപ്പൊ മൊത്തം 55 ടേം ഉണ്ടാവും. മൊത്തം എത്ര ടേം ഉണ്ടാവും? 55 ടേം ഉണ്ടാവും അല്ലെ. അപ്പോ 10ാമത്തെ വരിയിൽ ലാസ്റ്റ് ടേം കാണാൻ ഇവിടെ ഇക്വേഷനെ കൊടുക്കുന്ന ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല. 9ാമത്തെ വരിയിൽ 45 എണ്ണം, 10ാമത്തെ വരിയിൽ 10 എണ്ണം അല്ലേ, ഒരു 10 കൂടിയും കൂട്ടിയാൽ മതി. അപ്പൊ 55, ഇല്ലെങ്കിൽ 10 × n × n + 1/2 അല്ലേ. അപ്പൊ 10 × 11/2, 10ന്റെ പകുതി 5, 5 × 10 55.
അപ്പോൾ ഫസ്റ്റ് ടേം 2 ലാസ്റ്റ് ടേം 55. ടോട്ടൽ ഞാൻ പറഞ്ഞ എത്രയാ? സോറി, ലാസ്റ്റ് ടേം 55 അല്ല, 55 പദം. എന്താണ് ഈ തെറ്റിച്ചനെ? 55 പദം. ആ 55 2n കൊടുക്കുക. അപ്പൊ 2 × 55 110. സമ്മ കാണണം. 55 ടേം. അപ്പൊ 55/2. ഫസ്റ്റ് ടേം 2. 10ാമത്തെ വരെ ലാസ്റ്റ് ടേം 110. 110ക്ക് 2 കൂട്ടിയാൽ 112. അപ്പൊ 112ന്റെ പകുതി കാണണം. 110ന്റെ പകുതി 55, 55, 56. അപ്പൊ 55 × 56 ചെയ്യണം. 3080 കിട്ടും. ഓക്കെ, 3080. 10ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും തുക കാണാൻ ആദ്യം 10ാമത്തെ വരിയിൽ ലാസ്റ്റ് ടേം കണ്ടു. 55 ടേം ഉണ്ടാകും. 55ന് 2n 55 കൊടുക്കുമ്പോൾ 55ാമത്തെ പദം കിട്ടും. അത് 110 ആണ്. 110ക്ക് 2 കൂട്ടിയാൽ 112. അതിന്റെ പകുതി 56. 56 × 55 3080. ഇത്രയും ചോദ്യമാണ് 2022 എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പം മക്കളെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഏകദേശം അരമണിക്കൂറിലേറെയായി. 36 മിനിറ്റ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കൂടുതൽ ലെങ്ത് വരുന്നത്. കാരണം ഒരു വർഷത്തെ കംപ്ലീറ്റ് ഒരു വീഡിയോയിൽ കടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഇനി 2023 ഇതേപോലെ നമുക്ക് വരാനുണ്ട് 4 ചാപ്റ്ററിൻ്റെത്. 2022 ഫസ്റ്റ് ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്, അരിത്തമെറ്റിക് സീക്വൻസ്. സർക്കിൾസിലും ഇതേപോലെ ഉണ്ട്. 10-11ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് അത് അങ്ങോട്ട് തയ്യാറാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എക്സാം ഒക്കെ സൂപ്പറായിട്ട് എഴുതാൻ കേട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ, സീ യു സൂൺ.